എറണാകുളം ചോറ്റാനിക്കരയിൽ മുൻ സുഹൃത്തിന്റെ അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? പൊതുദർശനം, സംസ്കാര ചടങ്ങുകൾ, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിലിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം സെക്ഷനിലാണ്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നിട്ടില്ല. മൃതദേഹം അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടേ ഉള്ളൂ. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഈ സംസ്കാര ചടങ്ങ് എപ്പോഴാണ് നടക്കുക എന്നറിയുക. നിലവിൽ വാർഡ് മെമ്പറും അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ദാരുണമായ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു 19 വയസ്സുകാരി പീഡനത്തിന് ഇരയായി എന്ന് വേണം പറയാൻ. പ്രതി അനൂപ്, തലയോലപ്പറമ്പ് സ്വദേശി പ്രതി അനൂപിന് കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് ഈ ഒരു സംഭവത്തെപ്പറ്റി കൂടുതലായൊരു ധാരണ വരുന്നത്. കാരണം ആന്തരികമായി ഈ കുട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകളെ പറ്റി വ്യക്തമാക്കുക. ഇൻക്വസ്റ്റ് നടപടിയിൽ നിന്നും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മൃതദേഹത്തിന്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ വളരെയധികം ചതവുകളും മുറിവുകളും പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. നല്ല തോതിൽ പെൺകുട്ടി മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുമ്പോഴാണ് കൂടുതലായും ഒരു വ്യക്തത ഈ കാര്യത്തെപ്പറ്റി വരികയുള്ളൂ. ആന്തരികമായി കുട്ടിക്കുണ്ടായിരിക്കുന്ന മുറിവുകളെ പറ്റിയും ആന്തരികമായി ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെ പറ്റിയും, എന്താണ് ശരിക്കും ഈ കൊലപാതക കാരണം വ്യക്തമാണെങ്കിലും എന്താണ് ഈ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിലവിലൊരു പ്രാഥമിക നിഗമനത്തിലെത്തിയിരിക്കുന്നത് ബ്രെയിൻ ഡെത്ത്, മസ്തിഷ്ക മരണം എന്നൊരു ഇതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നിലവിൽ. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവത്തെപ്പറ്റി കൂടുതൽ, അല്ലെങ്കിൽ നിർണായകമായ സംഭവങ്ങൾ പുറത്തു വരാൻ പോകുന്നുള്ളത്. ഇതിൽ ദുരൂഹതകളുണ്ടോ എന്നൊരു കാര്യത്തിൽ കൂടെ വിശദീകരണം തേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയായി ഇപ്പോൾ തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെയാണ് പ്രതിപട്ടികയിൽ ചാർത്തിയിരിക്കുന്നത്. മറ്റു പ്രതികൾ ഈ കൂട്ടത്തിൽ ഇല്ലെന്ന് തന്നെയാണ് പോലീസുകാരും വിശ്വസിക്കുന്നത്. പക്ഷേ കൂടുതലായ ഒരു അന്വേഷണം, പൂർണ്ണമായും ഇതിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും ആവശ്യം. നിലവിലിപ്പോൾ ഉള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടിക്ക് പ്രക്രിയയിലേക്ക് ഇതുവരേക്കും കടന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടിക്ക് പ്രക്രിയയ്ക്ക് ശേഷമാണ് പൊതുദർശനത്തിനായി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം സംസ്കരണ ചടങ്ങ് പള്ളിയിൽ വെച്ച് ഉണ്ടാകുന്നതാണ്. ആതിര. രേണുക, ഈ പെൺകുട്ടി നേരിട്ടത് കൊടിയ മർദ്ദനം തന്നെയായിരുന്നു. ഇപ്പോൾ പ്രതിയായ അനൂപിന് കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ പെൺകുട്ടി വെന്റിലേറ്റർ അടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ്. അമ്മയുടെ മൊഴികളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അമ്മയുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ ഒരു ശക്തം തന്നെ മനസ്സിലാക്കുന്നത്. കാരണം നിരവധി തവണ ഈ മുൻ സുഹൃത്തായിട്ടുള്ള തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും അമ്മയെ ഉൾപ്പെടെ ഒരു വധഭീഷണിക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാർക്ക് ഉൾപ്പെടെ ഒരു പൊതുശല്യമായി തന്നെയാണ് ഈ അനൂപ് ഉള്ളത്. അമ്മയുള്ളപ്പോൾ തന്നെ അമ്മയുടെ മുൻപിൽ മകളെ അടിക്കുകയും, അങ്ങനെ നിരവധി തവണ ഈ ഒരു വർഷത്തെ ഇവരുടെ ഒരു ബന്ധത്തിൽ ഒരു ആത്മബന്ധത്തിനിടയിൽ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് തന്നെയാണ് വാർഡ് മെമ്പർ അടക്കമുള്ളവർ പറയുന്നത്. നിലവിലിവിടെ പോലീസുകാരും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. നടപടികൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ഒരു 9 മണിയോട് തന്നെ, 9:30 തന്നെ മൃതദേഹം അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പൊതുദർശനം, മൃതദേഹത്തിന്റെ മറ്റു നടപടികൾ, മൃതദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് മറ്റ് നടപടികൾ, അല്ലെങ്കിൽ സംസ്കരണ നടപടികളെ പറ്റി അറിയാൻ കഴിയുക. ഈ ഒരു പെൺകുട്ടി നേരിട്ടിരിക്കുന്ന ഒരു പീഡനം ഇന്നും ഇന്നലെയുമായി തുടങ്ങിയ ഒരു സംഭവമല്ല. ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു ആത്മബന്ധം എന്നതിൽ ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാം പരിചയത്തിലുണ്ടായ ഇവരുടെ ഒരു സൗഹൃദ ബന്ധമാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതി പലതവണയായി ഈ പെൺകുട്ടിക്ക് ഒരു ലഹരി മരുന്നുകൾ കൊടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ലഹരി മരുന്ന് ഈ പെൺകുട്ടി നിരവധി തവണ ഈ പ്രതി കൊടുത്തത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൂടുതൽ നിർണായകമായ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന സമയത്ത് പെൺകുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഹരിക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊരു കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ശ്വാസം മുട്ടി തന്നെയാണോ ഈ പെൺകുട്ടി മരിച്ചതെന്നൊരു കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ ഒരു കേസിന്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. ശരി, രേണുക രാജേന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.